എന്നാണ് ഇത്ര സമയം അലക്കായി നേരം കഴിഞ്ഞി. നാളെ സ്വാമി പോന്നെയാന്ന്. സ്വാമി പോന്നേന് നീ ഇത്ര നേരം രാവിലെ സമയം ഉണ്ടായിട്ടില്ലേ? ഇനി സ്വാമിക്ക് നാളെ പോകുമ്പോഴത്തേക്ക് മഴക്കാറ് നോക്കിയാട്ടെ. ഇനി എപ്പ ഉണങ്ങും ആ തുണി? രാവിലെ പിന്നെ അലക്കിയിട്ടില്ലേ അത് അതിന്റെ ബാക്കിയാന്ന് കുറച്ച് അലക്കാൻ കറുപ്പ്. അതെയാ? ആ തുടക്കണം. അതിനിടക്ക് അരി ഉണങ്ങലും പൊയിഞ്ഞാലും അരി എടുത്തു വെക്കണം. എന്തെല്ലാം പാടെ എല്ലാവർക്കും അറിഞ്ഞല്ലേ ഇത്. അതേപ്പ അറിയാനില്ല. നേരം വെയിറ്റ് അലക്കിയിട്ട് വരുന്നോണ്ട് ഞാൻ പറഞ്ഞാന്ന്. അത് പിന്നെ ഇപ്പം വേണ്ടത് ഇപ്പം പോണ്ട തിരക്കായില്ലേ? കെട്ടുനിറയാടുന്നാണ്. കെട്ടുനിറ വേണുവിന്റെ വീട്ടിൽ നിന്ന് മൂലക്കര വീട്ടിൽ നിന്ന്. എത്ര മണിക്കാ? 8:30-9 മണിക്ക്. അല്ല നീ ഇപ്പൊ പറഞ്ഞു എല്ലാരും അങ്ങനെ തന്നെയല്ലേ? എല്ലാരും അങ്ങനെയാണപ്പാ. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. വീട്ടിൽ ഒരാൾ പിള്ളേരെല്ലാം പണി എല്ലാവരും എടുക്കണ്ടേ? അനക്കിന്ന് ഞാൻ ഇന്നൊരു ചന്തി കുത്താൻ നേരം കിട്ടിയില്ല. അനക്കിന്ന് വെച്ചാല് ഇന്ന് സ്കൂളും ഇല്ലല്ലോ. 5 മണിക്ക് എണീക്കുന്ന ഞാനാണ്. ഇന്ന് എണീറ്റത് 6:30-7 മണിക്ക്. തലമൊന്നിച്ചു കുറച്ചേരം കൂടി കിടക്കും. കുറച്ചേരം കൂടി കിടക്കും. അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് എപ്പായി കിടക്കാൻ സമയവും ഇല്ല. രാവിലെ വൈകിട്ട് പണിക്ക് പോയി വന്നാൽ 8, 8:30, 9, 10 മണി വരെ വെക്കലും നമ്മളെ കഷ്ടപ്പാട് പോലെ നിങ്ങൾക്ക് ഉണ്ട്. അങ്ങനെ കഷ്ടപ്പാട് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടാ. എപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമുക്ക് ഞാനിപ്പോ ഉച്ചക്കത്തെ ചോറും കറിയെല്ലാം ആയി. പക്ഷെ വൈകിട്ടത്തേക്ക് ആക്കി വെച്ചേ. ഞാൻ ഇന്നിപ്പോ എത്ര മണിക്കാ? രാവിലെ 11 മണിക്ക്. ഞാൻ രാവിലെ കറിയാക്കി അലക്കി. നമ്മളെപ്പോലെ തന്നെയായിരിക്കും. നമ്മളെപ്പോലെ തന്നെയാണ് ഓഫീസിൽ പോകുന്നവർക്ക് വല്ല കഷ്ടപ്പാടുണ്ടപ്പാ. എല്ലാവർക്കും അതാണ് കഷ്ടപ്പാട്. നമുക്ക് അവർക്ക് കൊണ്ട് കഷ്ടപ്പാട്. അവർക്ക് അവരുടേതായ ഇത് അവർക്ക് അറിയൂ. ജോലിക്കാർക്ക് അവരെ ബസ്സിന് ആ സമയത്തെത്താൻ അവർക്കാണ് പഠിപ്പ് കൂടുതൽ. നമ്മളൊരു മിനിറ്റ് തെറ്റിപ്പോയ സാരമില്ല. അതെ. അല്ല ഇന്ന് വീട്ടിലിരിക്കുമ്പോ ഒരു കറി നല്ല കറി വെച്ചിട്ടില്ലെങ്കിൽ അതും പറയും. നിങ്ങളെല്ലാം വീട്ടിലിരിക്കുമ്പോ നല്ല കറി വെക്കയില്ല. അല്ല വെറും സാമ്പാറും ചോറും വെക്കലല്ല. നമ്മളെ പോലെ ചിക്കനും വെക്കണം. നല്ലൊരു കറി വെക്കണപ്പാ. വീട്ടിൽ നിൽക്കുന്നതല്ലേ? പണിക്ക് പോകുമ്പോ നിങ്ങൾ ഒന്ന് വെച്ച പോലെ ആ വീട്ടിൽ നിൽക്കുമ്പോ നല്ലൊരു കറി വെക്കണം. അല്ലാണ്ട് അങ്ങനെ വെക്കണം. അല്ല ശനിയാഴ്ച ദിവസം ശനിയും ഞായറും അപ്പൊ നല്ലൊരു കറി വെച്ച് നല്ല ഭക്ഷണം. അതെ ഇന്ന് അതിനെ കൊണ്ടായില്ലേ? ഇന്ന് വേറെ ഒരു പണി ഞാൻ എടുത്തിട്ടില്ല. നാളെ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചെറിയൊരു വീഡിയോ ആയിട്ട് കേട്ടാ. നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടാ. നിങ്ങൾ വിചാരിക്കും നമ്മൾ ചിരിക്കില്ല പറയുന്നില്ല. നമുക്ക് ചിരിക്കാനെല്ലാം അറിയാം. ആവശ്യങ്ങളില്ല. നമ്മളെ വിഷമങ്ങൾ പുറത്ത് പറഞ്ഞാലേ നമുക്ക് ഇതാവുന്നൊന്നും പറയില്ല. നമ്മൾ എന്ന് പറയേണ്ടത് അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മളെ കഷ്ടപ്പാട് പറഞ്ഞാൽ തീരൂല ഒരിക്കലും. അങ്ങനത്തെ നമ്മളെ കഷ്ടപ്പാട്. അങ്ങനെ വളർന്നെയാണ് നമ്മൾ. പക്ഷെ അത് നിങ്ങളോട് പറയണം. പങ്ക് വെക്കണം എന്നുണ്ട് നമ്മൾക്ക്. പക്ഷെ പറയാൻ മടി. അപ്പാടെ എനിക്ക് കരച്ചിൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അത് പറയണമെന്നല്ലോ ഉണ്ട്. എന്നാ പിന്നെ നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.